പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് പാലടയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ആ സദ്യ സ്റ്റൈലിൽ തന്നെയുള്ള പാലട റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുക്കറിലാണ് ഈ പാലട റെഡിയാക്കുന്നത്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും കൂടി ചേർത്തിട്ട് 2.5 ലിറ്റർ ടോട്ടൽ ഉണ്ടാവും. ഈ 2.5 ലിറ്റർ പാൽ വെച്ചിട്ട് പാലട ഉണ്ടാക്കിയാൽ ഏകദേശം ഒരു 12 പേർക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും. 200 ഗ്രാം അടയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അളവാണ്. 2.5 ലിറ്റർ പാലും 200 ഗ്രാം അടയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് 12 പേർക്ക് കഴിക്കാനായിട്ട് പറ്റും. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഏകദേശം 150 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 200 ഗ്രാം വരെ ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. എനിക്കിപ്പോൾ അധികം മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് 150 ഗ്രാമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 7 ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനോടെയുള്ള ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് തിളക്കാനായിട്ട് അനുവദിക്കാം. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ലാസ്റ്റ് ആയിരിക്കുള്ളൂ ചേർക്കുന്നത്. പക്ഷേ ഈ ഒരു പിങ്ക് പാലടയിൽ ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഏകദേശം 1 മണിക്കൂറോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. എന്നാലേ ആ ഒരു കറക്റ്റ് ആ ഒരു പിങ്ക് കളറ് കിട്ടുള്ളൂ. 1 മണിക്കൂറെങ്കിലും ഏറ്റവും കുറവ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. ഈ പാലയ്ക്ക് ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം ഗ്യാസിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട്. വിസിലിട്ടിട്ട് നമുക്കിത് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്നാൽ വിസിൽ വരാതെ ഇത് നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വരുള്ളൂ. വിസിൽ വന്നു കഴിഞ്ഞാൽ പുറമേക്ക് എല്ലായിടത്തും ആവും. എൻ്റെ പക്ഷേ ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതിലിപ്പോൾ ഒരു വിസിൽ വന്നുകൊണ്ടാണ് ഇതുപോലെ മീതയ്ക്കൊക്കെ തെറിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാൽ എന്തായാലും നല്ല കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. പാടയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് അരിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ അട ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 200 ഗ്രാം അട കഴുകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചൊരു 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ അട വേവിക്കുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം. എന്നാലേ ഒട്ട് പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് വെള്ളം ഊറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അരിപ്പയിലോട്ട് ഇട്ടിട്ട് വെള്ളം ഊറ്റിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളവും കൂടി മീതേക്ക് ഒഴിച്ചിട്ട് കഴുകി നന്നായിട്ട് പശയില്ലാതെ എടുക്കണം. അടുത്തതായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ ഈ ഒരു അടയുടെ പച്ചച്ചൊവയൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാലട റെഡിയാക്കി എടുക്കാൻ പറ്റും. നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പഞ്ചസാര ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കാരമലൈസ് ആയിട്ട് നമ്മുടെ പാലട കുറച്ചും കൂടി നല്ലൊരു പിങ്ക് കളറിൽ കിട്ടും. അതൊരു ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് അടയിലേക്ക് നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അട കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലുള്ള പാൽ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പാടയൊക്കെ ഇല്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ പഞ്ചസാരയും അടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തുകൊണ്ട് ഒട്ടും തന്നെ കട്ടിയില്ലാതെ നല്ല വേർതിരിഞ്ഞ് കിടക്കും പാലിലിത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുത്തപ്പോൾ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടി 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
ഇനി ഈ പാലട കറക്റ്റായിട്ട് റെഡിയായെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഇങ്ങനെ തോണ്ടി കൊടുക്കുമ്പോൾ കണ്ട സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണ ആ ലൈൻ, അങ്ങനെയാണെങ്കിലാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള പാലട റെഡിയായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട്. ശരിക്കും സദ്യ സ്റ്റൈലിൽ തന്നെയുള്ള പാലടയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്.